അരുൺ സോളമൻ ചേരുന്ന വിശദാംശങ്ങളുമായി. അരുൺ, തലസ്ഥാനത്ത് തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ വലിയ തർക്കങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. മുൻ ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുന്നു. ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനമാണല്ലോ അദ്ദേഹം ഉയർത്തുന്നത്. ഏതായാലും മധു പാർട്ടി വിടുകയാണോ? വിനീത, തീർച്ചയായിട്ടും മധു മുല്ലശ്ശേരി CPM വിടുമെന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇന്ന് റിപ്പോർട്ടിനോട് പങ്കുവച്ചിരിക്കുന്നത്. ഇതിലേറെ കൗതുകമെന്ന് പറയുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രധാനമായും സൂചിപ്പിച്ചത് പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ സമ്മേളനങ്ങൾക്കിടയിലോ ഒരു വിഭാഗതയും ഇല്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് തലസ്ഥാനത്ത് മംഗലപുരിയിലെ ഏരിയ സമ്മേളന നഗരിയിൽ നിന്നും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി ആ സമ്മേളന നഗരിയിൽ നിന്നും വിട്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. കഴിഞ്ഞ 6 വർഷക്കാലം ഈ പാർട്ടിയെ നയിച്ച ഒരു വ്യക്തിയായിരുന്നു. 2 ടേമിലായിട്ട് ഏരിയ സെക്രട്ടറി ആയിട്ട് തുടർന്നു. 8 വർഷമായിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഇത്തരത്തിൽ ദീർഘകാലം പാർട്ടിയുടെ അമരത്തിരുന്ന ഒരു വ്യക്തിയാണ്. മംഗലപുരത്തെ നയിച്ച ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഇപ്പോൾ CPMന്റെ കൂടാരത്തിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു എന്നുള്ളത് പ്രധാനമായും നമ്മൾ സൂചിപ്പിക്കേണ്ടത്. ഇതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ഇനി ബി ജോയി CPMന്റെ ജില്ലാ സെക്രട്ടറി ആയി ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ഈ പാർട്ടിയുമായി തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രമാത്രം കഴിഞ്ഞ 7 മാസത്തോളം അത്രമാത്രം വിഷമമുണ്ടാക്കിയ കാര്യങ്ങളാണ് ബി ജോയിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാനമായും അദ്ദേഹം ആരോപിക്കുന്ന വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ബി ജോയിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM ഒരു സീറ്റുമായിട്ടാണ് പാർലമെന്റിലേക്ക് എത്തുന്നത് കേരളത്തിൽ നിന്നും. അതിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജോയി മത്സരിക്കുന്നു. അവിടെ തോറ്റപ്പോൾ ഏറെ ആഹ്ലാദിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ബി ജോയി എന്നുള്ള ഒരു രൂക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു. ഇതിന് പിന്നിൽ പ്രധാനമായിട്ടും മധു മുല്ലശ്ശേരി പറയുന്നത് ഇത്തരത്തിൽ തോറ്റാൽ മാത്രമേ ഇനി ജില്ലാ സെക്രട്ടറി ആയിട്ട് തുടരാൻ കഴിയുകയുള്ളൂ. അതിലൂടെ ബി ജോയി ഉന്നമിടുന്നത് MLA പദവിയും അടുത്ത മന്ത്രി പദവിയുമാണ്. ഇത്തരത്തിൽ അധികാരത്തിനോട് കൊതിയുള്ള ഒരു മനുഷ്യനായിട്ട് ബി ജോയി പ്രവർത്തിക്കുന്നു. ഇതിന് പുറമെ കഴിഞ്ഞ 2 ടേമിൽ കടകംപള്ളി സുരേന്ദ്രന്റെയും അതുപോലെ തന്നെ ആനാവൂർ നാഗപ്പന്റെയും കാലത്ത് ജില്ലാ സെക്രട്ടറിയായി അവരിയ്ക്കുന്ന കാലത്ത് ഏറ്റവും സുഗമമായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്നു. പക്ഷേ ജില്ലാ സെക്രട്ടറിയായി ബി ജോയി എത്തിയപ്പോൾ തനിക്ക് ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വന്നു. കഴിഞ്ഞ ഈ 6-7 മാസമായിട്ട് ഈ ജില്ലാ കമ്മിറ്റിയിൽ ആളുകൾ വരാതെയായി പലരും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കമ്മിറ്റിയിലാണ് എത്തുന്നത്. പക്ഷേ ആരും വരാതെയായി ജില്ലാ സെക്രട്ടറി ബി ജോയിയുടെ വീട് ഏരിയ കമ്മിറ്റിയുടെ വീടായി മാറി എന്നുള്ള രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള വിമർശനങ്ങളാണ് വിനീത ഇന്നിപ്പോൾ മധു മുല്ലശ്ശേരി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും രാജ്യ താൽപര്യത്തിനനുസരിച്ച് അത് BJPയുടെ ചർച്ചകൾ BJPയുമായും കോൺഗ്രസുമായും അദ്ദേഹം പ്രാദേശികമായിട്ടുള്ള ഇതിനോടകം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. BJPയിലോട്ട് പോകുമെന്നുള്ള സൂചന കൂടി മധു മുല്ലശ്ശേരി ഇപ്പോൾ റിപ്പോർട്ടിനോട് പങ്കുവച്ചിരിക്കുകയാണ് വിനീത. ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.